I do not have adequate words to appreciate what you have done, because this is not only through this book people will come to know about the richness of our legacy. Our new generation, if we can make them interested, then because it is through the new generation and spiritual unity of India by establishing 4 mutts. 4 mutts are only buildings. Buildings do not bring about unity. Ideas bring about unity. And thank you very much. And as I have said, I'm available for the propagation of this book. Any program you organize here in Raj Bhavan, you organize anywhere else, in Kerala, outside Kerala, I will be very happy to participate in that. Very kind of you. Thank you very much. Jai Hind. ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി രചിച്ച സനാതന സുധ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. കോവിഡ് കാലത്തെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയപ്പോൾ പിറന്ന മഹത് ഗ്രന്ഥമാണ് സനാതന സുധ. അറിവിൻ്റെ നിറകുടമായ ഒരാചാര്യനും പൂർണ്ണ സമർപ്പണഭാവത്തോടെ ഒപ്പമുണ്ടായ സംയോജകരും ജിജ്ഞാസുക്കളായ പഠിതാക്കളും ചേർന്നപ്പോൾ അത് സനാതന സുധ എന്ന ഒരമൂല്യ ഗ്രന്ഥത്തിൻ്റെ പിറവിക്ക് നിമിത്തമായി. സനാതന സുധയുടെ പിറവി മുൻകൂട്ടി തീരുമാനിച്ച ഒന്നായിരുന്നില്ല. കാലത്തിൻ്റെ അനിവാര്യത മൂലമാകാം അതിനുള്ള നിയോഗം വന്നു ചേർന്നത്. 2020 മെയ് മാസത്തിൽ ഒരനൗപചാരിക ഒത്തുചേരലിനിടയിൽ നടന്ന ചർച്ചയിൽ ഉയർന്നു വന്ന ഒരാശയമായിരുന്നു ആദരണീയനായ ആചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിൽ നിന്നും സനാതനധർമ്മത്തെ സാധാരണക്കാർക്കായി പരിചയപ്പെടുത്തുന്ന ഒരു ഓൺലൈൻ പഠന പരിപാടി സംഘടിപ്പിക്കുക എന്നത്. ഈ ആശയം ആചാര്യനും ഒപ്പം പത്തനംതിട്ട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗീതാ പ്രചാരക സമിതിയും മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സനാതന സ്കൂൾ ഓഫ് ലൈഫും ഒരു നിയോഗമായി ഏറ്റെടുക്കുകയായിരുന്നു. 2020 ജൂണിൽ 48 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിൽ ഒരു പാഠ്യപദ്ധതി ആചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിൻ്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി 2020 ജൂൺ 15 ആദ്യ പഠനം ഓൺലൈനായി നടത്തി. 2020 ഡിസംബറിൽ 51 ക്ലാസ്സുകളിലൂടെ സനാതനധർമ്മ പരിചയം പാഠ്യപദ്ധതി പൂർത്തീകരിച്ചു. ഈ 51 ക്ലാസ്സുകളാണ് പുസ്തക രൂപത്തിൽ സനാതന സുധയായിത്തീർന്നത്. 2021 ജൂലൈ 5 സനാതന സുധയുടെ മലയാളം പതിപ്പ് പ്രകാശനം ചെയ്യപ്പെട്ടു. പൂജനീയ സ്വാമിജി വിവിക്താനന്ദ സരസ്വതിയും ആദരണീയനായ കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയും ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. സനാതനസുധയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേറിട്ടൊരു ഗതി കൈവന്നത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ശ്രീ സൂര്യൻ അയ്യരുടെ നേതൃത്വത്തിൽ പൂർത്തിയായപ്പോഴാണ്. 2023 മാർച്ച് 31 ബഹുമാനപ്പെട്ട അന്നത്തെ കേരള ഗവർണർ സനാതനസുധയുടെ ഇംഗ്ലീഷ് പതിപ്പ് ആദരണീയയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തപ്പോൾ പറഞ്ഞ വാക്കുകളാണ് തുടർന്ന് നടന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രചോദനമായത്. ഭാരതീയ സംസ്കൃതിയുടെ യഥാർത്ഥമായ ചിത്രം ഇത്രയും സരളമായി പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ഓരോ ഭാരതീയൻ്റെയും കൈകളിൽ എത്തിക്കണമെന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ ആഹ്വാനവും അതിനായി നൽകിയ പിന്തുണയുമാണ് സനാതനസുധ വിജ്ഞാന വിചാര സദസ്സിൻ്റെ പിറവിക്ക് കാരണമായത്. രാജ്ഭവനിൽ നടന്ന ഗ്രന്ഥപ്രകാശനത്തിന് ശേഷം മൂവാറ്റുപുഴയിൽ 2023 ജൂൺ 18 നടന്ന വിജ്ഞാന വിചാര സദസ്സിൽ എത്തിയ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും സനാതനസുധയുടെ വ്യാപനത്തിനായി ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ആദരണീയനായ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ ഉപഹാരമായി സനാതനസുധ കൈമാറുകയും ചെയ്യുകയുണ്ടായി. സനാതനസുധയിലെ വിഷയങ്ങൾ ജനസാമാന്യങ്ങളിലേക്ക് വ്യക്തതയോടെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി 18 മാസങ്ങൾക്കിടയിൽ 14 വിജ്ഞാന വിചാര സദസ്സുകൾ കേരളത്തിനകത്തും പുറത്തുമായി സംഘടിക്കപ്പെട്ടു.
കോട്ടയം, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, പത്തനംതിട്ട ജില്ലയിലെ പന്തളം, കാസർഗോഡ് ചിന്മയ മിഷൻ, തിരുവനന്തപുരം ബോധാനന്ദ കേന്ദ്രം, കൊല്ലം അമൃതപുരി, കൊല്ലം സംബോധാരണ്യം, പത്തനംതിട്ടയിലെ റാന്നി, തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മിഷൻ, മുംബൈയിലെ ഡോംബിവിലി, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരുള്ള കേശവതീരം, ബാംഗ്ലൂർ ശ്രീ സുരഭാരതി സംസ്കൃത ഫൗണ്ടേഷൻ, ആലപ്പുഴ ചിന്മയ വിദ്യാലയം എന്നിവിടങ്ങളിലായി അനേകം വിശിഷ്ട വ്യക്തികളെ ഉൾപ്പെടുത്തി നടത്തിയ സനാതനസുധ വിജ്ഞാന വിചാര സദസ്സുകൾക്ക് കിട്ടിയ സ്വീകാര്യത സൂചിപ്പിക്കുന്നത് സമൂഹം ഇത്തരം അറിവുകളും ചർച്ചാവേദികളും ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇവയിൽ 2 വിജ്ഞാന വിചാര സദസ്സുകളിൽ മുഖ്യ അതിഥിയായി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും, ആലപ്പുഴയിലെ വിജ്ഞാന വിചാര സദസ്സിൽ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയും പങ്കെടുത്തിരുന്നു എന്നതും ചാരിതാർത്ഥ്യജനകമാണ്. സനാതനസുധയുടെ ശ്രീമുഖത്തിൽ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത് പോലെ ഭാരതീയർ എന്ന സ്വത്വബോധം ഉറയ്ക്കുവാൻ, ഭാരതീയത തിരിച്ചറിയുവാൻ, അത് പഠിക്കുകയും അംഗീകരിക്കുകയും അനുഭവിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുക എന്ന ഓരോ ഭാരതീയൻ്റെയും ധർമ്മം അനുഷ്ഠിക്കുവാൻ, അങ്ങനെ സംസ്കൃത ചിത്തരാകുവാൻ ഈ ഗ്രന്ഥത്തിൻ്റെ ആത്മാർത്ഥമായ പഠനം സഹായിക്കും എന്നതിന് ഒരു തർക്കവുമില്ല. പഴയതാണെന്ന് കരുതി എന്തും ആകണമെന്നില്ല, പുതിയതാണെന്ന് കരുതി തള്ളേണ്ടതുമില്ല. സജ്ജനങ്ങൾ പരീക്ഷിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുക്കും എന്നതാണ് വേണ്ടത്. വേണ്ട പോലെ പഠിക്കാതെ എന്തിനേയും അന്ധമായി എതിർക്കുന്ന പ്രവണതകൾ മാറണമെങ്കിൽ പരീക്ഷിച്ചറിഞ്ഞ് പഠിക്കണം. അതിൽ നിന്നും ഇന്നേക്ക് വേണ്ടുന്നത് സ്വീകരിക്കാം, അല്ലാത്തത് തള്ളിക്കളയാം. ഈയൊരു ത്യാജ്യഗ്രാഹ്യ വിവേകമാണ് ഇന്ന് ആവശ്യം. അങ്ങനെ പൗരാണിക ഗ്രന്ഥങ്ങളുടെ അന്തസ്സത്ത നന്നായി തിരിച്ചറിഞ്ഞ് ഇന്ന് ഉപയോഗിക്കാം. സനാതനസുധയിലൂടെ എല്ലാവർക്കും ഈ കൃത്യം നന്നായി നിർവഹിക്കുവാൻ സാധിക്കും എന്നുറപ്പാണ്. കാരണം ആധുനിക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഗ്രന്ഥകാരൻ വേദോപനിഷത്ത് പഠനങ്ങളുടെ പ്രസക്തി എന്താണെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നും വ്യക്തമാക്കുന്നത്. സനാതനധർമ്മ പരിചയത്തിൻ്റെ അടിസ്ഥാന 51 ക്ലാസ്സുകൾക്ക് ശേഷം ആരംഭിച്ച വേദോപനിഷത്തുകൾ പഠന പരിപാടി ഇന്ന് 164 ഭാഗങ്ങൾ പിന്നിട്ട് ഇപ്പോഴും തുടരുകയാണ്. 5 വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇങ്ങനെ അധീതി ബോധാചരണ പ്രചരണങ്ങളിലൂടെ ഈ സംസ്കാരം അനശ്വരമാക്കാൻ, അതിൻ്റെ ഒരു കണ്ണിയാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.